നോക്ക്. നിർത്ത്. നിർത്തിട്ട് ഇറങ്ങി വാടാ. ഇവളുടെ ഒരു കാര്യം. സൂപ്പർ അല്ലേ? പെണ്ണായിട്ട് ജനിച്ച എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ മിഡ് നൈറ്റിൽ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ ജോളിയായിട്ട് കറങ്ങണം തോന്നും. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കാറില്ല. എന്താ കാരണം എന്ന് പറ. നിങ്ങളെ പോലെ നല്ല ഫ്രണ്ട്സ് അവർക്ക് ആർക്കും ഇല്ലടാ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച്. എന്തിനാ? നീ ഒന്ന് വായടക്ക്. ഇപ്പോഴേ പറയാണ്, ചീറ്റ് ചെയ്യരുത്. ഓക്കെ, നോക്കരുത്. രാത്രി എന്താണ് ഇവിടെ പരിപാടി? നിന്റെയൊക്കെ വീട് എവിടെയാ? സർ, ഞങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസാ. സെക്കൻഡ് ഷോ കണ്ടിട്ട് വന്നതാ. ഇവരൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സർ, അവിടെ നിന്നാണല്ലോ സ്മെല്ല് വരുന്നേ. നിങ്ങളാ കുടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നിനക്കൊന്നും വേറെ ഒരിടത്തും റൂം കിട്ടില്ലേ? തൊട്ടാ തോലച്ചു കളയും ഞാൻ. മര്യാദയ്ക്ക് പോ സാറേ. ഇവൻ ആരാന്ന് നോക്കത്തില്ല, നല്ല അടി തരും. ഞങ്ങളുടെ സീനിയർ ഒരുത്തനുണ്ടായിരുന്നു, ശ്രീശാന്ത്. അവന്റെ കരണക്കുറ്റിക്കൊന്നും കൊടുത്തിട്ട് ഇതുവരെ കാരണം പോലും പറഞ്ഞിട്ടില്ല. പോവാൻ നോക്ക്. എന്താടാ മുടയാ? സാർ, നമ്മളാണ് മദ്യപിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളെയും ബാധിക്കും. നമുക്ക് പോവാം. ഏയ്, ഇവിടെ നിന്നോ. ഇപ്പൊ ജീപ്പ് വിടാം. വേണ്ട സാർ, ഞങ്ങളെ ഈ വണ്ടിയുണ്ട്, ഞങ്ങൾ പോക്കോളാം. താങ്ക് യു. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. സാർ, കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് പിടിക്കുവേ. വീരപ്പന്റെ മീശ വെച്ചിട്ട് നടക്കും ഓരോരുത്തർ. നീ നോക്കാതെ വിട്ടോ. മീശ സൈഡിൽ കുരുങ്ങരുത്. ബൈ. നമ്മൾ മര്യാദയ്ക്ക് പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന സീനിയേഴ്സ് വിചാരിച്ചാൽ അന്ന് അതും നടന്നു. എന്താണ് എല്ലാരും നമ്മ നോക്കി ചിരിക്കുന്നത്? എന്തോ പ്രശ്നം ഉണ്ടടാ. ഇങ്ങോട്ടോ. എന്തിനാടാ എല്ലാവരും ചിരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ. പിന്നെ എന്തിനാ ചിരിച്ചേ? ചേട്ടാ ഒന്നുമില്ല ചേട്ടാ. ഞങ്ങൾ മൊബൈലും എടുക്ക്. ഇല്ല ചേട്ടാ, ഇല്ല. ഒന്നും വേണ്ട വേണ്ട. എന്താടാ ചെയ്തു? ചേട്ടാ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ. കോളേജിലെ ചേട്ടന്മാർ എനിക്ക് അയച്ചു തന്നാണ്. Girls, just get out. ബ്രൗണി വരുന്നുണ്ട്, വഴിമാറ്. എവിടെ എവിടെ എവിടെ? എന്താടാ ഞാൻ വരുന്നുണ്ടെന്ന് ഇടയ്ക്ക് എവിടെ പോയതാടാ നീ? ബാത്റൂമിലൊന്ന് പോയതാടാ. നിന്നെ ഞാൻ കൊണ്ടുപോടാ ബാത്റൂമിൽ. നിങ്ങളൊക്കെ സ്റ്റുഡൻസ് തന്നെയാണോ? കോളേജിൽ പഠിക്കാൻ വന്നോ തല്ലുകൂടാൻ വന്നോ? കോളേജിന്റെ പേരുകളെയും വന്നിരിക്കുക. ഏയ്, എന്തു പറ്റിയടാ? എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. അവരൊക്കെ എവിടെ? പ്രിൻസിപ്പലിന്റെ റൂമില്. സർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെന്താ ചെയ്തെന്ന്? സാർ, സീനിയേഴ്സ് ആണ്. I said no talking. Out. Get out. No excuse. ഇവിടെ പഠിക്കാൻ നിങ്ങൾ അർഹരല്ല. അതുപോട്ടെ, ഇപ്പൊ എന്തിനാ എല്ലാരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഫോൺ എടുക്ക്. മിണ്ടായിടാ. ഫോൺ എടുക്കാൻ. ഇതാ നോക്ക്. ഇത് കണ്ടിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ നമുക്ക്? എന്താ ഇത്? ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ടെൻഷനായേ? ഞാൻ എത്ര കൂളാ നോക്ക്.
കൊച്ചു പിള്ളേരെ പോലെ വാ. അനിത, ഞങ്ങളെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുത്ത കാര്യമാണ്. അവൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തത്. ഞാനെന്തിന് ടെൻഷൻ അടിക്കണം? ഞാനാണോ നിങ്ങളോട് പോയി അടി ഉണ്ടാക്കാൻ പറഞ്ഞ? ശരിയടാ, ഇനിയിപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യുമെന്ന് പറ. നമുക്ക് വേറൊരിടത്തേക്ക് പോയാലോ? പറ, പോവാമോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പോവാം. അതിനെന്താ പ്രശ്നം? പക്ഷെ എവിടേക്കാണെന്ന് ചോദിക്കരുത്. ഞാൻ നിങ്ങളെല്ലാരും കൊണ്ടുപോകും. ഇതാണ് എന്റെ വീട്. മെർസി ഹോം. എങ്ങനെയുണ്ട്? വാവ്, ബ്യൂട്ടിഫുൾ. നന്നായിട്ടുണ്ടോ? ഗംഭീരം. എന്നെ പോലെ തന്നെ ഉണ്ടോ? ഓ മൈ ഫ്രണ്ട്. ഹായ് പിള്ളേരെ, എന്താണ് വിശേഷം? ചുച്ചുരു. പറത്തി വിട്ട് നോക്കാം. വാ വാ. ഹേയ് അപ്പൂപ്പ. നമസ്കാരം. ആ അമ്മ. സുഖാണോ? സുഖായിരിക്കുന്നു. എങ്ങനെ സുഖമാണോ? ഒരു കുഴപ്പമില്ല, സുഖായിരിക്കുന്നു. അമ്മേ, ടൻ ടൻ, എന്റെ ഫ്രണ്ട്സ്. എനിക്കറിയാലോ. ബാജി, ജീവ, പ്രഭു, ശക്തി. ശരിയല്ലേ? എല്ലാം പറഞ്ഞു കൊടുത്ത. അതിനത് ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാ. ഒരു പ്രാവിനെ ഒരു കൂട്ടിൽ കണ്ടാ പോലും അവൾ അതിനെ തുറന്നു വിട്ടുകളെ. അതിന് ഞാൻ വേണം ഉത്തരം പറയാൻ. അവൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കണം. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും. അല്ലെങ്കിൽ അവൾ ഞങ്ങളെ ഒരു വിധമാക്കും. അനിതയ്ക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ആരെന്ത് പറഞ്ഞാലും അവൾ കാര്യമായിട്ട് എടുക്കില്ല. അവൾക്ക് ഇഷ്ടമുള്ളതേ അവൾ ചെയ്യൂ. കൂടെ ഉള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. അവളുടേതായ ഒരു ചെറിയ ലോകം. അതിൽ കടക്കാൻ മറ്റാരെയും അനുവദിക്കില്ല. കൂട്ടുകാർക്ക് വേണ്ടി അവൾ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യും. അനിത, അവളാ ഞങ്ങൾക്കെല്ലാം. എങ്ങനെയുണ്ട് ഇതെല്ലാം? ഇരിക്കെല്ലാരും. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് തെരേസ മദറിനെ കിട്ടിയത്. അനിതയ്ക്കെല്ലാം തെരേസ മദറാ. പക്ഷെ ഇപ്പോ നിങ്ങളുണ്ടടാ. നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയാ നിങ്ങളെയൊക്കെ സന്തോഷത്തോടെ നോക്കാൻ അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ അനിതയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാതൊരു കാര്യം മറച്ചു വെച്ചു. ദൈവം കുറേ നാളായി എന്നെ ഒരുപാട് സ്നേഹിക്കുക. ഞാൻ വെറുത്താലും അകന്നു നിന്നാലും എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും തിരിച്ച് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു. ഈ സ്നേഹം സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാനും ദൈവത്തിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിക്കുക. പക്ഷേ അവൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല.